ഗണിതം മധുരം ചാനലിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലിജി ടീച്ചർ വന്നിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ നമ്പേഴ്സ് സംഖ്യകൾ എന്ന പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളുമായിട്ടാണ്. ഒരു സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലമായി എഴുതി അതിൽ നിന്ന് ഘടകങ്ങൾ കണ്ടെത്താൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ അങ്ങനെ കിട്ടിയ ഘടകങ്ങളെ പട്ടികപ്പെടുത്താനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ കുറേ പട്ടികയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ കുട്ടികൾക്കൊരു ഭയങ്കര ആശയക്കുഴപ്പം വരാറുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കിയാലുണ്ടല്ലോ നല്ല രസമാണ്. മനസ്സിലാക്കി ചെയ്യണം. നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാതെ വെറുതെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അത് നോക്കി എഴുതുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ബുക്കുകൾ നോക്കി എഴുതുകയോ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളെ കൃത്യമായിട്ട് അറിഞ്ഞ് അത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഏത് സംഖ്യ കിട്ടിയാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അത് കൈകാര്യം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഈസി ആയിട്ട് അഭാജ്യ ഘടകങ്ങളുടെ ഗുണനഫലം എഴുതിയതിന് ശേഷം അതിലെ ഘടകങ്ങൾ നമ്മൾ കൃത്യമായി പട്ടികപ്പെടുത്തുന്ന വിധമാണ് പറയുന്നത്. എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ? ശരി, നമുക്കൊന്ന് ചെയ്തു നോക്കാം. 16ന്റെ ഘടകങ്ങൾ നമുക്കറിയാം. 2 4 പ്രാവശ്യം എഴുതി ഗുണിച്ചതാണ് 16. അപ്പൊ ഇതിന്റെ ഘടകങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് ഇപ്പൊ നിങ്ങള് പ്രാക്ടീസ് ആയില്ലേ, നമുക്ക് എഴുതാതെ തന്നെ വേഗം കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഒരു അഭാജ്യ സംഖ്യ തന്നെയാണ്, അതുകൊണ്ട് 4 എണ്ണാണ് ഉള്ളത് അല്ലെ. 2 4 പ്രാവശ്യം. അപ്പൊ ഘടകങ്ങൾ എത്ര എണ്ണം വരും? 5 എണ്ണം വരും. അപ്പൊ നമുക്ക് എഴുതാം. ആദ്യം നമുക്ക് 1 എഴുതാം, പിന്നെയോ ഈ ഒരു 2 എഴുതാം, അടുത്ത ഈ 2 4 എഴുതാം, അടുത്ത 3 2 ഗുണിക്കുമ്പോൾ 8 കിട്ടും, 4 2 ഗുണിക്കുമ്പോൾ 16, 5 ഘടകങ്ങൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ഒരു ചോദ്യം, ഈ 16നെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണല്ലോ 48 കിട്ടുന്നത് അല്ലേ? അപ്പൊ 48ന്റെ ഘടകങ്ങൾ ഏതൊക്കെ? നമുക്കറിയാം 16ന്റെ ഘടകങ്ങള് 1 2 4 8 16. അപ്പൊ ഈ ഘടകങ്ങളെ എല്ലാം എന്തും കൂടെ ചെയ്യണം? 3 കൊണ്ട് ഗുണിക്കണം. ഇത്രയും ഘടകങ്ങളെ 3 കൊണ്ട് കൂടി ഗുണിക്കുമ്പോഴാണ് 48ന്റെ മുഴുവൻ ഘടകങ്ങൾ കിട്ടുക. നമുക്കൊന്ന് നോക്കാം. ഈ 3 കൊണ്ട് ഈ 1നെ ഗുണിച്ചു, താഴെ എഴുതി ഞാൻ 3. അടുത്തത് 2നെ 3 കൊണ്ട് ഗുണിച്ചു, 6 എഴുതി. 4നെ 3 കൊണ്ട് ഗുണിച്ചു, 12 എഴുതി. 8നെ 3 കൊണ്ട് ഗുണിച്ചു, 24 എഴുതി. 16നെ 3 കൊണ്ട് ഗുണിച്ചു, 48 എഴുതി. നോക്കണേ, ഘടകങ്ങൾ എഴുതുമ്പോ വേറൊരു പ്രധാന കാര്യം കൂടെ പറഞ്ഞുതരാം. ഏറ്റവും ചെറിയ ഘടകം 1 ആണ്, ഏറ്റവും വലിയ ഘടകം 16 ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ 16 എത്തിയപ്പോ ഘടകങ്ങൾ തീർന്നു, മനസ്സിലായി. അതേപോലെ ഇവിടെ ഏറ്റവും ചെറിയ ഘടകം 1ൽ നമ്മൾ തുടങ്ങി, അപ്പൊ അവസാനം 48 എത്തി. അപ്പൊ നമുക്ക് സന്തോഷമായി. 48ന്റെ ഘടകങ്ങളാണ് കണ്ടെത്തേണ്ടത്. 48ൽ എത്തിയപ്പോ നമുക്ക് ഉറപ്പിക്കാം ഘടകങ്ങൾ തീർന്നു എന്ന്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ 5 ഘടകങ്ങള്. വീണ്ടും ഈ 5 ഘടകങ്ങളെയും കൊണ്ട് 3നെ ഗുണിച്ചു. അപ്പൊ 5ഉം 5ഉം 10 ഘടകങ്ങൾ കിട്ടി. ഇവിടെ 5 ഫാക്ടേഴ്സ് കിട്ടി, ഇവിടെയും 5 ഫാക്ടേഴ്സ്. ടോട്ടൽ എത്ര കിട്ടി? 10 ഫാക്ടേഴ്സ് അല്ലേ? 10 ഘടകങ്ങൾ കിട്ടി. എളുപ്പല്ലേ? നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി പോണം, അല്ലെങ്കിൽ അത് മനസ്സിലാവില്ല. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം 2കളുടെ ഗുണനഫലമാണ്. 2കൾ മാത്രം, കുറെ 2കൾ ചേർത്ത് വെച്ചുള്ള ഗുണനഫലമാണ് ഈ ഘടകങ്ങൾ. ഈ ഘടകങ്ങളോ ഈ 2കളുടെ ഗുണനഫലത്തോട് കൂടെ 3 കൂടെ ഗുണിച്ചതാണ്, ഒരു 3 കൂടെ ചേർത്തതാണ്. ഇനി ഇവിടെ നോക്കൂ, ഈ 1ലും 3ലും ഇതില് 2 ഇല്ല, ഇതിലും 2 ഇല്ല. ബാക്കി എല്ലാത്തിലും 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. നമുക്ക് അത് ഈ രീതിയിൽ എഴുതാം. ഇനി ഇവിടെ നോക്കൂ, ഇതിനെല്ലാത്തിനെയും ഈ ഒരു 3 കൊണ്ട് ഗുണിക്കുകയാണ്. അങ്ങനെ ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഈ ഘടകങ്ങൾ കിട്ടുന്നത്. ടീച്ചർ അത് നേരെ താഴെ ഗുണിച്ചെഴുതി. ഇനി നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ 1ലും 3ലും 2 ഇല്ല, അത് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് നോക്കൂ, ഇത് ഒരു 2 ആണ് ഇതിനകത്തുള്ളത്. നമുക്കറിയാം എന്താ? ഒരു 2. അടുത്തതില് 2 2 3 2 4 2 അല്ലെ? ഇനി ഇവിടേക്ക് നോക്കൂ, ഇത് ഒരു 2നെ കൂടെ ഒരു 3 ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? 2 2ന്റെ കൂടെ ഒരു 3 കൂടി ഉണ്ട് ഇവിടെ. അടുത്തതിലോ 3 2ന്റെ കൂടെ ഒരു 3. അടുത്തത് 4 2ന്റെ കൂടെ ഒരു 3. ഐഡിയ പിടികിട്ടിയോ? മനസ്സിലാക്കണം കേട്ടോ. ഇനി വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും.
ഒരു 48 48 ആണല്ലോ. അടുത്ത നോക്കൂ 2 24 48 കിട്ടും. അടുത്ത നോക്കൂ 4 12 48 8 6 48 16 3 48. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് 144 അഭാജ്യ സംഖ്യയുടെ ഗുണനഫലമായി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫാക്ടറൈസേഷൻ ഘടകക്രിയാരീതിയിൽ നമ്മൾ കണ്ടെത്തി. ഇത് ഉപയോഗിച്ചിട്ട് 144 എല്ലാ ഘടകങ്ങളും കണ്ടെത്തണം. അപ്പൊ നമുക്ക് ഈ ഘടകങ്ങൾ കണ്ടെത്താൻ വേണ്ടി കുറെ രണ്ടുകളുടെ ഗുണനഫലമായി എഴുതാം ഇല്ലേ? പിന്നെ ഈ കുറെ രണ്ടുകളെ ഒരു 3 കൊണ്ട് ഗുണിച്ചിട്ട് നമുക്ക് എഴുതാം. പിന്നെ ഈ കുറെ രണ്ടുകളെ 2 3 കൊണ്ട് ഗുണിച്ചിട്ടും എഴുതാം. ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കാം. ആദ്യം നമുക്ക് ഈ രണ്ടുകളുടെ ഗുണനഫലം അതുപയോഗിച്ചിട്ട് ആ ഘടകങ്ങൾ കണ്ടെത്താം. നമുക്കറിയാം ആദ്യത്തേത് 1 വരിക. ആ 1 ടീച്ചർ അവിടെ എഴുതി. അടുത്ത ശ്രദ്ധിച്ചിരിക്കണേ. അടുത്തത് ഈ ഒരു 2 എടുത്തു, അപ്പൊ 2. അടുത്തത് 2 2 എടുത്തു, 2 2 4. അടുത്തത് 3 2 എടുത്തു, 3 2 എടുക്കുമ്പോ 8. അടുത്ത 4 2 എടുത്തു, 4 2 എടുക്കുമ്പോ 16. ഈ വരി എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി എന്ത് ചെയ്യും? ഇപ്പൊ നമുക്ക് 16ന്റെ ഘടകങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നോക്കൂ, ഈ ഘടകങ്ങളെല്ലാം നമുക്ക് 3 കൊണ്ട് ഗുണിക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു 3 കൂടെ എടുക്കാം. ഈ ഒരു 3നെ ടീച്ചറും കൂടെ എടുക്കാണ്. ആ ഒരു 3 കൊണ്ട് ഈ 1നെ ഗുണിച്ചിട്ട് ഒരു 3 3. ഓക്കെ ആയല്ലോ. അടുത്തത് ഈ 3 കൊണ്ട് തന്നെ ഈ 3 കൊണ്ട് ഇതിനെല്ലാത്തിനെയും ഗുണിച്ച് താഴെ എഴുതാൻ പോവാണ്. അപ്പൊ 2 3 6, 4 3 12, 8 3 24, 16 3 48. ഇപ്പൊ നോക്കൂ, 48ന്റെ ഘടകങ്ങള് നമ്മൾ കണ്ടെത്തി. ആദ്യം കുറെ രണ്ടുകൾ ഗുണിച്ചപ്പോ 16ന്റെ ഘടകങ്ങൾ കിട്ടി. ഇപ്പൊ നമുക്ക് കുറെ രണ്ടുകളെ ഒരു 3 കൊണ്ട് ഗുണിച്ചപ്പോൾ 48ന്റെ ഘടകങ്ങൾ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇതിനെയൊക്കെ പാടെ 3 കൊണ്ട് ഗുണിക്കാം. അപ്പൊ നമുക്ക് അടുത്ത 3 എടുക്കാം. ഈ 3 കൊണ്ട് ഗുണിക്കാൻ പോവാണ്. അപ്പൊ ആ 3 കൊണ്ട് ഇനി ഇതിനെ ഗുണിച്ചാൽ മതി. ഇതിനെ ഗുണിച്ചത് ഇവിടെ ഉണ്ടല്ലോ, ഇനി വേണ്ട. ഇനി ഈ 3 കൊണ്ട് 3 3 9, 3 6 18, 12 3 36, 144 എത്തി. അപ്പൊ നമ്മളുടെ ഘടകങ്ങൾ മുഴുവനായി. ഇനി ഏതൊക്കെയാണ് ഘടകങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തത് 1, പിന്നെയോ 2 4 8 16. അടുത്തതോ 3 144. എത്ര ഘടകങ്ങളാണ് ആകെ കിട്ടിയത്? 15 ഘടകങ്ങൾ. ഈ ഒരു വരിയിൽ 5, ഇവിടെ 5 ഘടകങ്ങള്, ഇവിടെ 5 ഘടകങ്ങള്, ഇവിടെ 5 ഘടകങ്ങള്. ആകെ 15 ഘടകങ്ങൾ. ഇനി നമുക്ക് ഇതിലേതിലൊക്കെ 3 ഉണ്ട്, ഏതിലൊക്കെ 3 ഇല്ല എന്നൊക്കെ നോക്കാം. ഇനി നോക്കൂ, ഈ വരി നോക്കൂ. ഈ വരിക്കകത്ത് 2 ഉണ്ടോ? ഇല്ല, ഇല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 2 ഇല്ല. നോ ടു അല്ലെ? അടുത്ത് നോക്കൂ, ഇവിടെയൊക്കെ ഒരു 2 ഉണ്ട്. ഈ കോളത്തിലെല്ലാം ഈ ഒരു 2നെയാണ് ഇവിടെ ഒരു 3 കൊണ്ട് ഗുണിച്ചു. അടുത്തത് 2 3 കൊണ്ട് ഗുണിച്ചു, ഇല്ലേ? അപ്പൊ ഇവിടെ നോക്കൂ, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 1 2 എന്ന് പറഞ്ഞാല് ഒരു 2. അടുത്ത നോക്കൂ, നമുക്കറിയാം 2 2 ഗുണിച്ചപ്പോഴാണ്, ഈ 2 2 ഗുണിച്ചപ്പോഴാണ് 4 കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എഴുതാം 2 എന്ന് എഴുതാം, അല്ലേ? അതായത് 2 2. അടുത്തത് നമുക്കറിയാലോ എന്താണ്? 3 2 ആണ്. അപ്പൊ 3 2, 3 2. അടുത്തതോ 4 2 ആണ്. 4 2, 4 2. ഇനി നോക്കൂ, ഇവിടെ ഒന്ന് നമുക്ക് നോക്കി അറിയാം. ഈ സ്റ്റെപ്പിൽ നമുക്കറിയാം 3 ഇല്ല. 3 ഉണ്ടോ? ഇല്ല. നോ 3 3 ഇല്ല. ഇതിലൊക്കെ എത്ര 3 ഉണ്ട്? ഒരു 3. ഇവിടെ ഒരു 3 കൊണ്ട് ഗുണിച്ചു. അടുത്ത 2നെ 3 കൊണ്ട് ഗുണിച്ചു. ഒക്കെ ഒരു 3 മാത്രമേ ഉള്ളൂ ഈ വരിയില്. അപ്പം 1 3.
അതായത് ഒരു 3. ഇതില് വന്നപ്പോ നമ്മൾ അടുത്ത 3 കൂടി എടുത്തു അല്ലെ. 3 3 9, 2 3. ഈ വരിയിലൊക്കെ എന്താ ഉള്ളത്? 2 3. അതായത് 2 3. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായോ? ഇത് എഴുതാൻ പഠിച്ചാലുണ്ടല്ലോ നല്ലൊരു ഹരാണ്. പക്ഷെ ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇത്രയ്ക്ക് കീറാമുട്ടി വേറെ ഇല്ല. നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഇനി ഇവിടെ ടീച്ചർക്ക് ആദ്യമേ കിട്ടിയിട്ടോ 15 ഘടകമെന്ന്. ടീച്ചർ എന്താ ചെയ്തേന്നറിയോ? ഇവിടെ 2 മാത്രം. അപ്പൊ അതിനോടുകൂടെ 1 കൂട്ടി. ഇവിടെ എത്ര 2 4 2 അപ്പൊ 4 കൂട്ടണം 1 സമം 5. ഇവിടെ എത്ര 3 2 3 അപ്പൊ 2 കൂട്ടണം അതിനോടുകൂടെ 1 കൂടെ കൂട്ടി. 2 കൂട്ടണം 1 സമം 3. ഇനി എന്ത് ചെയ്യണം എന്നറിയാവോ? ഈ 5 3 കൂടെ ഗുണിക്കാം. 5 ഗുണിക്കണം 3 സമം എത്രയാണ്? 15 ഘടകങ്ങൾ നമുക്ക് കിട്ടി. കണ്ടോ? ഇനി ടീച്ചർ ഇതിൽ മനക്കണക്ക. നിങ്ങക്ക് ഇത് പ്രാക്ടീസ് ആകുമ്പോ റെഡിയാവും. ഞാൻ ആദ്യം നോക്കുന്നത് ഇവിടെ എത്ര 2 നോക്കി. 4 2. ഞാൻ ഒന്നിനെ മനസ്സിലേക്ക് വേഗം എഴുതി വെച്ചു 5. കാരണം 1 കൂടെ കൂട്ടി. ഇവിടെ 2 3. അപ്പൊ മനസ്സിലേക്ക് എഴുതിയിട്ട് 3. 5 × 3 15. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൽ വേറെ ഒരു നല്ല രസകരമായ വസ്തുത. 1 ഗുണിക്കണം 144 144. അടുത്തത് 16 ഗുണിക്കണം 9 144. അടുത്ത നോക്കൂ. 2 ഗുണിക്കണം 72 144. 8 ഗുണിക്കണം 18 144. ഇനിയോ 36 ഗുണിക്കണം 4 144. ഇനി ഇവിടെ നോക്കൂ. 48 ഗുണിക്കണം 3 144. 24 ഗുണിക്കണം 6 144. 12 ഗുണിക്കണം 12 144. എന്ത് രസാന്നറിയോ ഇത് പഠിക്കാൻ? നമുക്ക് ഇത് ശരിക്കും അറിഞ്ഞു പഠിക്കണം. ഓക്കെ. 225നെ ഘടകക്രിയാരീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അഭാജ്യ ഘടകങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ഉപയോഗിച്ച് 225ന്റെ മുഴുവൻ ഘടകങ്ങളും കണ്ടെത്തണം. കൂട്ടുകാരെ, നിങ്ങൾക്ക് പറയാമോ ഇതിലാകെ എത്ര ഘടകങ്ങൾ ഉണ്ടാവുമെന്ന്? കഴിഞ്ഞ ദിവസം ടീച്ചർ ഒന്ന് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് ഇതിൽ എത്ര 3 2 3. അപ്പൊ അതിനോടുകൂടെ 1 കൂട്ടുക. 2 1 3. മനസ്സിൽ വെച്ചോളൂ കേട്ടോ. അടുത്തത് എത്ര 5 2 5. അതിനോടുകൂടെ 1 കൂട്ടൂ. 2 1 3. എന്നിട്ട് ആ 3 3 കൂടെ ഗുണിക്കുക. ഇവിടെ 2 3 ആയപ്പം 2നോട് 1 കൂട്ടി 3. 2 5 2നോട് 1 കൂട്ടി 3. എന്നിട്ട് എന്ത് ചെയ്യണം? 3 ഗുണിക്കണം 3 സമം 9 ഘടകങ്ങളാണ് കിട്ടുക. ഇനി ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ? ഇത് മനക്കണക്കാണ് കേട്ടോ. ഒരുമിച്ച് അങ്ങ് എടുത്തു പോവുകയാണ് ടീച്ചർ. ഓക്കെ, നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. ഇനി ഇവിടെ ആദ്യം ചെയ്യാൻ എടുക്കുന്നത് ഈ 3 ഈ 3 നമുക്ക് അതിൻ്റെ ഘടകങ്ങളായിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? ആദ്യം നമുക്കറിയാം, ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യുക? ഏതൊരു സംഖ്യയുടെയും ഘടകമാണ് 1 അല്ലേ? അപ്പം നമുക്ക് ആദ്യം 1 എഴുതാം. ഈ 1 എഴുതുമ്പോൾ നമുക്കിവിടെ പറയാം 3 ഇല്ല. ഇതിനകത്ത് 3 ഇല്ലല്ലോ. ഈ വരിയിലൊക്കെ നമ്മൾ ഇനി 3ൻ്റെയാണ് എഴുതാൻ പോകുന്നത്. അടുത്തത് ഒരു 3 ഇങ്ങോട്ട് എടുക്കുക. ഈ 3 ഇവിടെ എഴുതി. അപ്പോൾ ഹെഡിങ് എന്താ എഴുതണം? ഒരു 3. അടുത്തത് ഈ 2 3 എടുക്കുക. 2 3 എടുക്കുമ്പോൾ 3 ഗുണിക്കണം 3 9. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? 2 3. അപ്പൊ നമ്മൾ 3നെ നമ്മൾ എഴുതി കഴിഞ്ഞു. 3 ഗുണിക്കണം 3 വരുമ്പോൾ 9 വരുന്നത്. അതിൻ്റെ ഘടകങ്ങൾ 1 3 9. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത 2 5 അതിൽ ഒരു 5 ഇങ്ങോട്ട് എടുക്കുക. ഈ ഒരു 5 മാത്രം എടുക്കുക. അപ്പം ഇവിടെ നോക്കൂ, ആ ഒരു 5നെ 1 കൊണ്ട് ഗുണിച്ച് 5 ഇവിടെ എഴുതി. അപ്പം നോക്കൂ, ഈ വരിയിൽ 5 ഉണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇവിടെ എഴുതാം 5 ഇല്ല. അപ്പം ഇവിടെ എന്താ എഴുതാം? ഒരു 5 വന്നു അല്ലേ? അപ്പം നമുക്കിവിടെ എഴുതാം ഒരു 5. ഇനി നോക്കൂ, അപ്പം 3നെയും ഗുണിച്ചെഴുതിയില്ലെങ്കിൽ 3ന് വിഷമാവില്ലേ? അപ്പം 3 ഗുണിക്കണം 5 15.
9 ഗുണിക്കണം 5 45. ഇപ്പം നോക്കൂ, 45ൻ്റെ ഘടകങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്തത് നോക്കാം. അടുത്ത രണ്ടാമത്തെ 5 കൂടി എടുത്തു. മനസ്സിലായില്ലേ? അപ്പം ആ 5 കൊണ്ട് ഈ 5നെ ഗുണിക്കണം. അപ്പം ഇവിടെ രണ്ടാമത്തെ 5 വന്നു. അപ്പം 5 ഗുണിക്കണം 5 എത്ര വന്നു? 25. അപ്പം ഈ വരിയിലെല്ലാം 2 5 വരും. 2 5. ഇനി 15നെ 5 കൊണ്ട് ഗുണിക്കൂ. എത്രയാ കിട്ടുന്നത്? 75. അടുത്തത് 45നെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പം 225. ഇപ്പം കൂട്ടുകാരെ നമുക്ക് 225 എത്തിച്ചേർന്നു. അപ്പം നമുക്ക് 225ൻ്റെ മുഴുവൻ ഘടകങ്ങളും കിട്ടി. നേരത്തെ നമ്മൾ പറഞ്ഞു 9 ഘടകങ്ങൾ ഉണ്ടാവുമെന്ന്. നമുക്ക് നോക്കാം. ഇവിടെ 3 ഘടകം, ഇവിടെയും 3 3 3 3 6 3 9 ഘടകം. ഇനി നോക്കാം ഏതൊക്കെയാണ് ഘടകങ്ങൾ. നിങ്ങൾ എഴുതണം. ഫാക്ടേഴ്സ് ഓഫ് 225. 225ൻ്റെ ഘടകങ്ങൾ നമുക്ക് എഴുതാം. 1 3 9 5 15 45 25 75 225. ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും ചെറിയ ഘടകം 1 ആണ്, ഏറ്റവും വലുത് 225 ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ. 1 ഗുണിക്കണം 225 225. 9 ഗുണിക്കണം 25 225. 3 ഗുണിക്കണം 75 225. 5 ഗുണിക്കണം 45 225. 15 ഗുണിക്കണം 15 225. ഇത് പറഞ്ഞപ്പം ആൻസർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ടീച്ചറെ ഞാൻ ഇങ്ങനെയല്ല ചെയ്തത്. പിന്നെ എങ്ങനെയാ? ആൻസർ എന്താ ചെയ്തതെന്നറിയാവോ? ആദ്യം 225നെ അഭാജ്യ ഘടകങ്ങളാക്കിയപ്പം 5 കൊണ്ടാണ് ചെയ്തത്. 45 5 225. പിന്നെ 5 കൊണ്ട് ചെയ്തു 9 3 3. നോക്കൂ, ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും നമുക്ക് ഒരേ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ 225നെ ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ അഭാജ്യ ഘടകം 2 ആണ്. 2 പോയില്ല, അതുകൊണ്ട് തൊട്ടടുത്ത സംഖ്യ എടുത്തു, 3 എടുത്തു. ഇനി ഇവിടെ 5 എടുത്തു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇതുപോലെ കുറേ കൂട്ടുകാരുണ്ട്. നമുക്കറിയാം ക്ലാസ് പഠിപ്പിക്കുമ്പോൾ ചില കുട്ടികൾ ഇങ്ങനെ ചെയ്യും, ചിലർ ആദ്യം 3 എടുത്ത് ചെയ്യും. എങ്ങനെ എടുത്ത് ചെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതേ ആൻസറുകൾ തന്നെയാണ് കിട്ടുക. ഇപ്പം കൂട്ടുകാർക്ക് ഇത് മനസ്സിലായില്ലേ? ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ 102ലെ പ്രവർത്തനമാണ്. നമുക്കിത് നോക്കാം. ഫൈൻഡ് ഓൾ ദ ഫാക്ടേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ബിലോ. താഴെ തന്നിട്ടുള്ള സംഖ്യകളുടെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പം 242 ടീച്ചറുടെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതി. കണ്ടെത്തിയത് ഇവിടെ ഉണ്ട് തന്നെയല്ല, നിങ്ങളെ ഫാക്ടറൈസേഷൻ ആ ഘടകക്രിയയുടെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഇവിടെ നോക്കാം. ഇപ്പം കിട്ടിയത് 2 ഗുണിക്കണം 11 ഗുണിക്കണം 11. ടീച്ചർ ഇതിൻ്റെ ഒരു എളുപ്പ മെത്തേഡ് പറഞ്ഞു. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു 2 ആണുള്ളത്. അപ്പം ഒരു 2ൻ്റെ ഓടെ നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി, ഒന്നും കൂടെ കൂട്ടിയ 2 ആയി. ഇവിടെ 2 11, 2നോട് 1 കൂട്ടിയ 3 അല്ലേ? അപ്പം ഇവിടെ 2 ആയി, ഇവിടെ 3 ആയി. 3 എത്രയാണ്? 6 ഫാക്ടേഴ്സ്, 6 ഘടകങ്ങളാണ് ഉണ്ടാവുക. ഇനി ഇതെങ്ങനെയാണ് പട്ടികപ്പെടുത്തുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ അഭാജ്യ ഘടകം 2 ആണ്. അപ്പം എല്ലാ സംഖ്യകളുടെയും ആദ്യത്തത് 1 ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് 2ൻ്റെ ഘടകങ്ങൾ എഴുതാം. 1 2. ഇതാണ് 2ൻ്റെ ഘടകങ്ങൾ. ഇവിടെ നോക്കൂ, ഇതിൽ 2 ഇല്ല, 2 ഇല്ല. ഇതിലോ ഒരു 2 1 2. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? അടുത്ത സംഖ്യ എടുക്കുക. ഏതാണ്? 11. ഈ 11 കൊണ്ട് ഇതിനെ 2നെയും ഗുണിച്ച് താഴെ എഴുതണം. അപ്പം നോക്കൂ, 11 കൊണ്ട് 1നെ ഗുണിച്ചു, ഒരു 11 11. 11 2 22. അപ്പം നമുക്കിവിടെ എഴുതാം, ഒരു 11 ഈ വരിയിലുള്ളത്. ഈ കോളത്തിൽ 2 ഇല്ല. ഈ വരിയിലോ 11 ഇല്ല.
അപ്പം 11 ഇല്ല എന്ന് നമുക്ക് എഴുതാം. ഇനി അടുത്ത നോക്കൂ, രണ്ടാമത്തെ 11 എടുക്കുക. രണ്ടാമത്തെ 11 എടുക്കുമ്പോൾ ആ 11 കൊണ്ട് ഇതിനെ ഗുണിക്കുക. 11 11 121. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 2 11. നോക്കൂ, 11 ഗുണിക്കണം 11 121. 2 11 വരും. ഇനി 22നെ 11 കൊണ്ട് ഗുണിക്കണം. അപ്പം എത്രയാ കിട്ടുക? 242. നിങ്ങൾ വേണമെങ്കിൽ എഴുതി ഒന്ന് ഗുണിച്ചോളൂ. ഇനി ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ എത്തിയപ്പോൾ നമുക്ക് 2ന്റെ ഘടകങ്ങൾ കിട്ടി. ഇവിടെ എത്തിയപ്പോഴോ 22ന്റെ ഘടകങ്ങൾ കിട്ടി. ഇവിടെ എത്തിയപ്പം 242ന്റെ ഘടകങ്ങളാണ് കിട്ടിയത്. അപ്പം നമുക്ക് എഴുതാം ഫാക്ടേഴ്സ് ഓഫ് 242. 242ന്റെ ഘടകങ്ങൾ എത്രയാണ്? 1 2 11 22 121 242. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ ഒരു 2 ആയപ്പോൾ 2 മനസ്സിൽ കണ്ടു. 2 11 ആയപ്പോൾ 2നോട് 1 കൂട്ടി 3 2 3 6. നോക്കൂ, ഇവിടെ എത്തിയപ്പോൾ 2 ഫാക്ടേഴ്സായി. ഇവിടെ എത്തിയപ്പോൾ 4 എണ്ണമായി ആകെ. ഇവിടെ എത്തിയപ്പോൾ ആകെ 6 എണ്ണായില്ലേ? നോക്കൂ, 6 എണ്ണം തന്നെയല്ലേ നമുക്ക് കിട്ടിയത്. ഇപ്പം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? എവിടെയെങ്കിലും നോക്കിയിട്ട് ഇതൊക്കെ എഴുതും. എന്നിട്ട് ഇവിടെ 2 ഇല്ല, ഒരു 2. ഇവിടെ പറയും ഒരു 11 ഇല്ല, 2 11 എന്നൊക്കെ പറയുമ്പോൾ ആകെ പാടെ കൺഫ്യൂഷൻ ആവുകയാണ്. ഇപ്പം ടീച്ചർ ചെയ്ത പോലെ കൃത്യമായിട്ട് നമ്മൾ എഴുതുമ്പോൾ അത് പൂരിപ്പിച്ച് പോയാൽ ഒരു പ്രശ്നവും ഇല്ല. അടുത്തത് 400 400നെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. ഇനി ഇവിടെ ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഏതെങ്കിലും കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക. 4 2കളുണ്ട്. അപ്പം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി 4 1 5. 2 5കളാണ്. അപ്പം ടീച്ചറിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി 2 1 3. അപ്പം ഞാൻ പറയും 3 5 15 ഘടകങ്ങളാണ് ഉണ്ടാവുക. ഇനി നോക്കൂ, ആദ്യം ടീച്ചർ ഇതിനെ ഒരു ഗ്രൂപ്പായിട്ട് എടുക്കുകയാണ്. ശ്രദ്ധിക്കണേ, അതിനൊരു ഗ്രൂപ്പായിട്ട് എടുത്തു. ഇനി എഴുതാൻ പോവാണ്. ആദ്യത്തത് 1 വരും, അടുത്തത് 1 2 എടുത്തു, അടുത്തത് 2 2 4, അടുത്തത് 3 2 8, അടുത്തത് 4 2 16. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 16ന്റെ ഫാക്ടേഴ്സാണ്, 16ന്റെ ഘടകങ്ങൾ. അപ്പം നമുക്കിവിടെ എഴുതാം, ഇതിൽ 2 ഇല്ല. ഈ കോളത്തിൽ എഴുതി വെച്ചു. ഓക്കെ ആയല്ലോ? ഇവിടെയോ 1 2, ഇവിടെയോ 2 2, ഇവിടെയോ 3 2, ഇവിടെയോ 4 2. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ? ആദ്യം 1 2 എടുത്തു, അതാണ് 1 2. അടുത്തത് 2 2 4, അപ്പം 2 2, 3 2 8, അപ്പം 3 2, 4 2 എടുത്തപ്പോൾ 16 4 2. ഓക്കെ ആയല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് മുന്നേറാം. ഇവിടെ ആദ്യം 1 5 കൂടി എടുക്കുക. ആ 5 കൊണ്ട് ഇതിനെ എല്ലാത്തിനെയും ഗുണിച്ച് താഴെ എഴുതാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ 5 ഇല്ല. നമുക്കിവിടെ എഴുതാം 5 ഇല്ല. ഇവിടെ വരുമ്പോഴോ 1 5 എടുക്കാൻ പോവാ. 1 5 5. ഇതിനെല്ലാത്തിനെയും 5 കൊണ്ട് ഗുണിച്ച് എഴുതണം. അപ്പം ഇവിടെ നമുക്ക് എഴുതാം 1 5, 5 2 10, 5 4 20, 5 8 40, 5 16 80. ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്? ഫാക്ടേഴ്സ് ഓഫ് 80, 80ന്റെ ഘടകങ്ങൾ. ഇനി അടുത്ത നോക്കൂ, ഇവിടെ അടുത്ത 5 കൂടി ഉണ്ട്, അതും കൂടി എടുക്കുകയാണ്. ആ 5 കൊണ്ട് ഈ സ്റ്റെപ്പിനെ മുഴുവൻ ഗുണിച്ച് താഴെ എഴുതണം. അപ്പം നമുക്ക് എഴുതാം 5 5 25. നോക്കണേ, 2 5 വന്നു. അപ്പം ഉടൻ തന്നെ ഇവിടെ എഴുതാം 2 5. നോക്കൂ, ഇനി ഈ 10നെ 5 കൊണ്ട് ഗുണിക്കുകയാണ് 50, 20 5 100, 40 5 200, 80 5 400. നമ്മുടെ ഘടകങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞു. നോക്കൂ, 4, ഇവിടെ 5 ഘടകങ്ങൾ, 5 10 15. ഇവിടെ 4 4 1 5, ഇവിടെ 2 5 3 5 3 15 ഘടകം. അപ്പം ഇതിൻ്റെ ഫാക്ടേഴ്സ് ഓഫ് 400
400ന്റെ ഘടകങ്ങൾ എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇതെല്ലാം പാടെ എഴുതി വെക്കുക. ഓക്കെ ആയില്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത സംഖ്യ 1000 1000ന്റെ അഭാജ്യ ഘടകങ്ങൾ 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യണം? പട്ടികപ്പെടുത്തണം. അപ്പൊ പട്ടികയിലേക്ക് പോവാം. ഇവിടെ വന്നപ്പം അവിടെ ഇരുന്ന ആർദ്രയും അനശ്വരയും പറയുന്നുണ്ട്, ടീച്ചറെ ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എനിക്കറിയാം അവിടെ ഏതാണ് വരുന്നതെന്ന്. പിന്നെ യൂട്യൂബല്ലേ, ഞാൻ എല്ലാം മായ്ച്ചിട്ട് വീണ്ടും എഴുതുന്ന സമയം പോകൂലേ, അതുകൊണ്ടാണ് ടീച്ചർ മായ്ക്കാത്തത്. ഓക്കെ, ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ഈ 3 2കളെയും കൂടെ എടുത്തിട്ട് അതിൻ്റെ ഘടകങ്ങൾ എഴുതുകയാണ്. അപ്പം നമുക്ക് ആദ്യം എഴുതാം. 1, അടുത്തത് 1 2 എടുത്തു, അടുത്തത് 2 2 4, അടുത്തത് 3 2 8. നോക്കണേ, ആദ്യം 1 എടുത്തു, 1ൽ 2 ഇല്ല. അടുത്തത് 1 2 എടുത്തപ്പോൾ 1 2 എന്ന് നിങ്ങൾ എഴുതുക. 2 2 എടുത്ത് 4 എഴുതിയപ്പോൾ നിങ്ങളിത് എഴുതുക. 3 2 എടുത്തപ്പോൾ 8 കിട്ടിയപ്പോൾ നിങ്ങളിത് എഴുതുക. ഇപ്പം നിങ്ങൾക്ക് ഓക്കെ ആയില്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പം ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടോ, ഈ ഘടകങ്ങളുടെ പണി കഴിഞ്ഞു. അപ്പം നമുക്ക് കിട്ടിയത് 8ന്റെ ഘടകങ്ങളാണ്. ഇനി അടുത്തത് ഈ 1 5 അങ്ങോട്ട് എടുക്കുക. ആ 5 കൊണ്ട് ഇതിനെ എല്ലാം പാടെ ഗുണിച്ച് താഴെ എഴുതുക. രസമല്ലേ? അപ്പൊ ടീച്ചർ എഴുതാൻ പോവാണ് 1 5 5. അപ്പൊ നോക്കൂ, ഞാൻ എഴുതി വെച്ച് ലാഭമായി എനിക്ക്. 1 5. അപ്പൊ ഈ വരിയിലൊക്കെ ഒരു 5 വരും. അപ്പൊ നോക്കൂ, 5 2 10, 5 4 20, 5 8 40. ഇനി ഉണ്ടല്ലോ, അടുത്ത 5 ഇങ്ങോട്ട് എടുത്തു. ഞാൻ ഈ 5നെ ഇങ്ങോട്ട് എടുത്തു. ഈ 5നെ എടുത്തിട്ട് ഈ വരീനെ ഒക്കെ പാടെ ഗുണിച്ച് ഇവിടേക്ക് എഴുതാൻ പോവാണ്. ശ്രദ്ധിക്കണേ, 5 കൂടി എടുത്തു. അപ്പൊ ഈ 5നോട് കൂടെ ഒരു 5 കൂടെ വന്നു, 25. അപ്പൊ എത്ര 5ആയി? 2 5. അതാണ് ടീച്ചർ ഇവിടെ എഴുതിയത്. അപ്പൊ ഈ വരിയിലെല്ലാം 2 5 വരും. അപ്പൊ നമുക്ക് നോക്കാം, 10നെ 5 കൊണ്ട് ഗുണിച്ചാല് 50 അല്ലേ? 2 ഗുണിക്കണം 5 ഗുണിക്കണം 5, 5 5 25, 2 50. ഓക്കെ ആയില്ലേ? ഇനി അടുത്ത് നോക്കൂ, 25 100, 45 200. തീർന്നോ? തീർന്നിട്ടില്ല. കാരണം എന്താണെന്നറിയാവോ? ഇതുവരെ നമ്മൾ ചെയ്തതിലൊക്കെ ഇവിടെ 2 ഘടകങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ 3 എണ്ണം ഉണ്ട്. അപ്പം അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ വരും. ഈ 5 കൊണ്ട് ഗുണിക്കണം. അവിടെ ഗുണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ 3ാമത്തെ 5 കൊണ്ട് 25നെ ഗുണിക്കാൻ പോവാണ്. അപ്പൊ എത്രയാ കിട്ടാ? 25 5 125. ഇപ്പൊ നോക്കൂ, ഇതിൽ എത്ര 5ആയി? 3 5. അപ്പൊ 3 5 ഈ കോളം കൂടി കിട്ടിയില്ലേ? ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയില്ലേ? ഇനി അടുത്തത് ഇതിനെല്ലാം ആ 5 കൊണ്ട് ഗുണിക്കുക. 5 5 25, 250. 1 5 5, 2 0 ഇട്ട് കൊടുക്കുക, 500. 5 2 10, 2 0 കൂടി ഇട്ട് കൊടുക്കുക, 1000. ഇപ്പൊ നിങ്ങൾക്ക് ഓക്കെ ആയോ? ഇപ്പൊ നമുക്ക് 1000ന്റെ ഘടകങ്ങൾ കിട്ടി. എത്ര ഉണ്ട്? 4 4 8 4 12 4 16. ഇവിടെ നമ്മൾ ആദ്യം പറയാൻ വിട്ടുപോയില്ലേ? നോക്കൂ, ഇവിടെ 3 2, അപ്പം 4 മനസ്സിൽ കാണാം, ഒന്നും കൂടെ കൂട്ടിയിട്ട്. ഇവിടെ 3 5, അപ്പോൾ ഒന്നും കൂടെ കൂട്ടി 4. 4 × 4 എത്രയാ? 16 ഘടകങ്ങൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഫാക്ടേഴ്സ് ഓഫ് 1000, 1000ന്റെ ഘടകങ്ങൾ എന്ന് എഴുതിയിട്ട് ഈ എല്ലാ ഘടകങ്ങളെയും എഴുതി വെക്കുക. ഇനി നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. ടീച്ചർ പറഞ്ഞ പോലെ 1000 1000ആണ്. 8 125 1000. നോക്കൂ, 8നെ 125 കൊണ്ട് 1000 കിട്ടുന്ന 5ൽ പഠിക്കുന്നുണ്ട്, 6ൽ പഠിക്കുന്നുണ്ട്, 7ൽ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഭിന്നസംഖ്യയിലൊക്കെ ചെയ്യാൻ വരുമ്പോൾ പെട്ടെന്ന് 8 കണ്ടാൽ ഉടൻ 1000 ആക്കാൻ 125ആണ് ചെയ്യേണ്ടത്. അതേപോലെ ബാക്കി നിങ്ങൾ ജോഡിയായി കണ്ടെത്തിയാൽ മതി. ഓക്കെ ആയല്ലോ? അപ്പോൾ കൂട്ടുകാർ, വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ടാവും. ഏതായാലും നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരുന്നു. അതേപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനിടയിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതിലെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.